ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റവ കൊണ്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ അത് ഹോട്ടലിലൊക്കെ ഉള്ള അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടുക. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടെ ചേർക്കേണ്ടതുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള ചെറുതായി മുറിച്ചതും പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായി മുറിച്ചത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 വലിയ 2 മുളക് ചേർത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചിട്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയൊക്കെ സവാള നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി മുറിച്ചതും ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ വറുത്ത് വെച്ച റവയാണ്. അത് നമുക്ക് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകുന്നുണ്ട്. നല്ലപോലെ റവ വറുത്ത് കഴിഞ്ഞാൽ കിച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കിച്ചടി റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുത്തു. അതായത് ഉരുളക്കിഴങ്ങ്, പട്ടാണി, ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചൂടുള്ള വെള്ളം മാത്രമേ എപ്പോഴും ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളമോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യ് ചേർക്കുമ്പോഴാണ് നല്ലൊരു രുചി അതിന് കിട്ടുക ഈ കിച്ചടിക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം 3 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ 1 കപ്പിന് 2 കപ്പാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ കിച്ചടി ആയതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ അത് ഒരു കപ്പിന് 3 കപ്പ് വെള്ളം. നിങ്ങൾ ഏത് കപ്പിലാണോ അളക്കുന്നത് അതിൽ തന്നെ അളന്നെടുത്താൽ മതിയാകും. അതും കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ എല്ലാം വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ അത് നല്ലപോലെ കുക്കായി വന്നു കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്താലേ നല്ല ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലുള്ള നമുക്ക് നല്ല രുചിയുള്ള കിച്ചടി കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെയോ എണ്ണയുടെയൊക്കെ അളവ് വേണമെങ്കിൽ കുറച്ചും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കിച്ചടി റെഡിയായി. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.